നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്രാക്കുളിയുടെ മറ്റു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നെപ്പോലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തിക്കുന്ന നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അപ്പോൾ കേബിളിലൂടെയാണ് നമ്മളെയൊക്കെ മുഖങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അരികിലേക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംഘടന COA, കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനമാണ് ഫെബ്രുവരി 6-7 തീയതികളിൽ നമ്മുടെ കണ്ണപുരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, അതായത് OT രാജീവൻ നഗറിൽ കണ്ണപുരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് COA, കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 6-7 ദിവസങ്ങളിൽ നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെറിയൊരു പരിപാടി ഇപ്പോൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഘാടകത്തിൻ്റെ കേബിൾ ഓപ്പറേറ്റേഴ്സ്മാരും അതൊക്കെ ആയിട്ട് സമ്മേളനം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ആ പരിപാടിയുടെ കാര്യങ്ങളെന്നൊക്കെ തീരുമാനിക്കാനുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അവർ പുറത്തിറങ്ങി വരുമ്പോൾ നമുക്ക് അവരെ കാണും. നമ്മളെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെ ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നോക്കാം എത്ര പേര് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം സംഘാടക ഓഫീസിന് മുന്നിൽ ചിത്രീകരിക്കുന്ന കൊസ്രാക്കുടി ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്രാക്കുടി ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COAയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനമാണ് ഫെബ്രുവരി 6-7 തീയതികളിൽ കണ്ണപുരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. അതിൻ്റെ സംഘാടക സമിതി ഓഫീസാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ണപുരം മേഖല ആയതുകൊണ്ട് അത് കണ്ണപുരം മേഖലയിലുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ ചുമതല. അതായത് ഇതെങ്ങനെ ആഘോഷിക്കണം, എത്രത്തോളം ഭംഗിയാക്കി നടത്തണം എന്നുള്ള കാര്യമൊക്കെ ഇവരിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ കാര്യങ്ങൾ. പേര് രാജേട്ടൻ്റെ എവിടെയാണ് പിന്നെ സ്ഥലം? ഇവിടെ കണ്ണപുരം തന്നെയാണ്. ചേട്ടൻ്റെ പേര്? ശ്രീധരൻ. ഇവിടെ തന്നെ കണ്ണപുരം. അനിൽകുമാർ തളിയിൽ. ഓക്കെ. രതീഷ് ചെറുകുന്നിലെ. സജീവൻ പുതിയരുവാണ്. പക്ഷെ ഇവിടെയാണ് വർക്കിംഗ് ഏരിയ. വർക്കിംഗ് ഏരിയയാണ്. അപ്പം നമ്മൾ ഓരോ ഏരിയയിൽ ഇപ്പോൾ ഇരിട്ടി മേഖലയാണ്, ഓരോ മേഖലയിലും അവിടെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ സംഘാടകരായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കണ്ണപുരം വന്നപ്പോൾ ആദ്യമായിട്ടാണ് കണ്ണപുരത്ത് ഇങ്ങനൊരു പിന്നെ വരുന്നത്. ഫസ്റ്റ് ജില്ലാ സമ്മേളനം കണ്ണൂർ ആദ്യമായിട്ട്. ഇപ്പോൾ 2 ദിവസമാണ് 6-7 തീയതികളായിട്ട് നടക്കുന്നത്. അപ്പോൾ ഏകദേശം എത്ര ആൾക്കാരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പരിപാടിയിലേക്ക്? 200 ആൾക്കാർ പ്രതീക്ഷിച്ചു. 250 പേര്. പിന്നെ മൊത്തം മേഖലകളെല്ലാം കൂടുമ്പോൾ ഏകദേശം ഒരു 500-നടുത്ത് ആൾക്കാരുണ്ടാവും. എന്തായാലും ഒരു 100-300 ആൾക്കാർ ഒരു ഘോഷയാത്ര, എന്തായാലും ഒരു 500 പേര് ഘോഷയാത്രക്കാരാണ് പ്രതീക്ഷിക്കുന്നത്. ഘോഷയാത്ര എവിടെ നിന്ന് തൊട്ട് എവിടം വരെയാണ്? നമ്മളിപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇവിടുത്തെ സ്കൂൾ മുതൽ കണ്ണപുരം പാലം വരെ. കുട്ടികളൊക്കെ അടക്കമുള്ള കേബിൾ TV ഓപ്പറേറ്റർ ഫാമിലി മെമ്പർമാരെല്ലാം കൂടിയിട്ട് കുടുംബാംഗങ്ങളടക്കം ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണപുരത്തെ ഞെട്ടിക്കാൻ വേണ്ടി പോവാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൊട്ടിക്കാൻ. ഇവിടെ മെയിനായിട്ട് നമ്മളെ ചെറുനമ്പലത്തിലെ 3 കാഴ്ച ഉണ്ടാവും, ഉത്സവത്തിലെ കാഴ്ച. ഏകദേശം അത്രത്തോളം എത്തൂലെങ്കിലും അതിനെ കിടപ്പിടിക്കുന്ന ഒരു സംഭവം ചെയ്യാനാണ് വിചാരിക്കുന്നത്. ചെറുകുന്നമ്പലത്തിലെ ഘോഷയാത്രയ്ക്ക് പുറമെ ആദ്യമായിട്ട് നമ്മുടെ കണ്ണപുരത്തിനെ പിടിച്ചു കുലുക്കാൻ വേണ്ടിയിട്ട് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഘോഷയാത്ര. അത് എപ്പോഴാണത്? 6-ാം തീയതി വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ്. പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയാണ്. നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സിലെ കുടുംബങ്ങളെല്ലാം ചേർന്നിട്ടാണ്. അപ്പോൾ എല്ലാ മുഴുവൻ ജനങ്ങളും ഘോഷയാത്ര കാണാനും അതിൽ പങ്കെടുക്കാനും എല്ലാവരും വരണമെന്ന് അഡ്വാൻസ് ആയിട്ട് ഞാനും പറയുന്നു. ഓക്കെ. അപ്പം പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, പരിപാടിയുടെ അജണ്ടകൾ? പറശ്ശിനി മേഖല നമ്മൾ ഇതിൻ്റെ ആദ്യം വഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മേഖലയിൽ എല്ലാവരും സജീവമായിട്ട് ഈ പ്രവർത്തനത്തിലുണ്ടാവും. പിന്നെ നമ്മളെ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും തന്നെ നമ്മൾ നല്ല രീതിയിൽ പിന്നെ ജനങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല കാര്യം. കാരണം ഞാനത് പറയാം, നമ്മളെയൊക്കെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഒന്ന് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് അതുപോലെ തന്നെ വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട്. അതായത് പണ്ട് കാലങ്ങളിൽ ആൾക്കാർ കാളവണ്ടിയിൽ യാത്ര ചെയ്തിട്ടെന്ന് പറയുന്നുണ്ട്. കാളവണ്ടിയിൽ, മൂരി വണ്ടി, പിന്നെ റിക്ഷ വണ്ടി, അത് ആൾക്കാരിനെ വിരിച്ചു കൊണ്ടുവന്ന വണ്ടി. ഇപ്പം വിമാനവും അങ്ങനെ പല രീതിയിലുള്ള സംഭവം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സുകൾ തന്നെ സ്റ്റോപ്പായിട്ട് നിർത്തുന്ന ബസ്സുണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പുണ്ട്, ടൗൺ ടു ടൗൺ ബസ്സുണ്ട്. ഇങ്ങനെ പല ബസ്സും പല റൂട്ടിലൂടെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ചോദ്യമാണ്, ഒരിക്കലും നേരെ പോകാത്ത ബസ് ഏതാണ്? എയർബസ്. സഹോദര, ആദ്യം ഒരു കാര്യം ശാന്തമായി പറയൂ. അറിയില്ല. അപ്പോൾ എന്തായാലും പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.
ഓക്കെ. ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ്, ഇപ്പം നമ്മളിവിടെ കണ്ണവരെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് നമ്മൾ ഇവിടെ നിന്ന് ചോദിക്കുന്നത് ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ് ഏതാണെന്നുള്ള കാര്യം നമ്മൾ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ആൾക്കാർ, നമ്മൾ ഓരോ ആൾക്കാർ നമ്മൾ ഇതിൻ്റെ സംഘാടക സമിതി ഓഫീസിൽ ഇറങ്ങി വരുമ്പം വേണം നമുക്ക് അവരോടൊന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. സിഒയുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാർ പുറത്തൊക്കെ ഉണ്ട്, ഇവരൊക്കെ സംസാരിക്കാം. പേരെങ്ങനെയാണ്? ഷൈബു. അത് വ്യത്യസ്തമായ പേരാണല്ലേ? ഷൈജു അല്ല, ബാബു അല്ല, ഷൈബു. എവിടെ സ്ഥലം എവിടെയാ? ചെറുകുന്ന്. അപ്പോൾ നിങ്ങളുടെ ഏരിയ ആണ്? നമ്മുടെ ജില്ലാ സമ്മേളനം നിങ്ങളുടെ ക്യാൻറ്റീനിലാണ്. ഓക്കെ. പ്രിയദാസൻ. എവിടെ സ്ഥലം? കൂവേരി. ശ്രീമാന്യമംഗലം. ശ്രീമാന്യമംഗലം. ഓക്കെ. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ പരിപാടിയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടെ നമ്മുടെ ഇവിടെ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായിട്ട്, നേരത്തെ നമ്മുടെ സംഘാടകയിൽ ഒരാൾ പറഞ്ഞത്, അതായത് ചെറുകുന്ന് അമ്പലത്തിൽ 3 ഘോഷയാത്രയാണ്. അത് കഴിഞ്ഞാൽ കണ്ണപുരം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഘോഷയാത്രയാണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിൻ്റെ കുടുംബസംഘത്തിൻ്റെ. എന്തായാലും വളരെ സന്തോഷമായ കാര്യമാണ്. കാരണം നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സാന്നിധ്യം നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകണേ. ഫാമിലി എല്ലാവരും വരും. അപ്പോൾ നമ്മൾ പിന്നെ 2 ദിവസത്തിലും മെയിനായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ദിവസം ഏത് ദിവസമാണ്? മെയിനായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ദിവസം വരുന്നില്ല. ഇത് വെച്ചാൽ നമ്മൾ തന്നെ ഒരുപാട് ഈ അനുബന്ധ പരിപാടികളെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ അനുബന്ധ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കോർഡിനേറ്റർമാരുണ്ട് ഈ സമ്മേളനത്തിൻ്റെ, അവരാണ് ചർച്ചകളും കാര്യങ്ങളെല്ലാം ചെയ്യുക. ബാക്കിയുള്ള തീരുമാനങ്ങളെല്ലാം നമ്മളെ മേഖലയിൽ എടുക്കും, ഓരോരോ മേഖലയിൽ എടുക്കും. അപ്പോൾ നമ്മൾ ദൂരെ ഇപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ പല സ്ഥലത്ത് വരുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ 2 ദിവസം ആയതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോലെ താമസിക്കേണ്ട സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? താമസിക്കേണ്ട സ്ഥലം ദൂരയിലവർക്ക് ഇവിടെ തന്നെ സജ്ജീകരിച്ചു കൊടുക്കുന്നതാണ് അല്ലേ, അങ്ങനെയൊക്കെ സൗകര്യം. അപ്പോൾ എന്തായാലും കണ്ണപുരത്തെ നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ സജ്ജമാണ്. 2 ദിവസം അടിപൊളിയായിട്ട് ഈ ഒരു ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പോടെ നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ ചെറിയൊരു കാര്യം, അതായത് ബസ്സിന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഇവിടെ അല്ലേ? നമ്മൾ ഫാമിലിയായിട്ട് ഇപ്പോൾ നിങ്ങളൊക്കെ നേരത്താലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാമിലിയൊക്കെ ചിലപ്പം ബസ്സിന് വരേണ്ടി വരും അല്ലേ? അങ്ങനെയൊക്കെ വരും. പല റൂട്ടിലായിട്ട് വരുന്ന ബസ്സൊക്കെ ഉണ്ടാവും. പണ്ട് കാലങ്ങളിൽ എന്താ പറയുക, കാൽനടയായിട്ട് തുടങ്ങി, പിന്നെ ചെറിയ ചെറിയ വാഹനങ്ങൾ വന്ന് ഇപ്പം വിമാനത്തിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ മണിക്കൂർ കൊണ്ട് കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങോട്ടം വരെ പോകാനുള്ളൊരു ട്രെയിനിൻ്റെ സംവിധാനമൊക്കെ ആയിരിക്കുകയാണ്. എന്നാലും സാധാരണക്കാർ ബസ്സിനെയാണ് കൂടുതലായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ചോദ്യമാണ്, ഇവർക്കും ഇരിക്കേണ്ട ഒരു ചോദ്യം. അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്, ടൗൺ ടു ടൗൺ ബസ്സുണ്ട്, മിന്നൽ ബസ്സുണ്ട്, പല രീതിയിലുള്ള ബസ്സുകളുണ്ട്. പക്ഷേ ചോദ്യമാണ്, ഒരിക്കലും നേരെ പോകാത്ത ബസ് ഏതാണ്? സിലബസ് അല്ല, അത് ഒരു പഠനമായിട്ട് ബന്ധം ചെയ്യില്ല, അതൊരു മൂവ് ചെയ്യുന്നില്ല. ഇത് പിന്നെ പോവും, മുന്നോട്ട് പോവും, പക്ഷെ ഒരിക്കലും നേരെ പോവില്ല. രക്ഷയില്ല. എന്തറിയോ, ഇവരുടെ ആലോചന മുഴുവൻ ജില്ലാ സമ്മേളനത്തിലെ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സന്തോഷം. ബ്രെയിനിലേക്ക് കയറി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, യെസ്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണപുരം കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഫെബ്രുവരി 6-7 തീയതിയിൽ നടക്കുകയാണ്. അതിൻ്റെ സംഘാടക സമിതി ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അസോസിയേഷൻ ആൾക്കാരാണ് കാര്യങ്ങൾ ചർച്ച നമുക്ക് പരിചയപ്പെട്ട. പേര്? എൻ്റെ പേര് വിൽസൺ മാത്യു. സാഗർ ഏരിയാസ് ജാക്കി എന്നൊക്കെ പറഞ്ഞവർ വിൽസൺ തോമസ്. അതേടാ, വിൻസെന്റ് തോമസ്. വിൽസൺ മാത്യു. സ്വന്തം സ്ഥലം എവിടെ? സ്വന്തം സ്ഥലം കോഴിക്കോട്. ഇപ്പൊ താമസിക്കുന്നത് തളിപ്പറമ്പ്. ഇപ്പൊ തളിപ്പറമ്പേക്ക് വന്നിട്ട് എത്ര വർഷമായി? 22 വർഷം. ഈ തളിപ്പറമ്പേക്ക് കോഴിക്കോട് കൊണ്ട് വരാനുള്ള കാരണം എന്തായിരുന്നു? അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല റോഡുകൾ കണ്ടു, നല്ല യാത്രാ സൗകര്യം കണ്ടു, ചാടിക്കേരി പോകുന്നു. ഇപ്പം മൊത്തം ഇവിടെ സെറ്റിൽ ആയിട്ട് 25 വർഷമായി. എങ്ങനെയാണ് കണ്ണൂരൊക്കെ? അടിപൊളി, സൂപ്പർ. കോഴിക്കോട് എപ്പോഴും പോക്ക് അങ്ങോട്ട്? കോഴിക്കോട് ഇടയ്ക്ക് മാസത്തിലൊക്കെ പോകും. ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിയുന്നു. അപ്പൊ നിങ്ങളുടെ കേബിളിന്റെ ഏരിയ ഏത് ഏരിയ? തളിപ്പറമ്പ് തൊട്ട് അങ്ങ് പുഷ്പഗിരി, ആ ചുറ്റുവട്ടം, മലയോര മേഖലയിലോട്ട് അങ്ങോട്ടില്ല. പുഷ്പഗിരി ആ ഒരു ഏരിയയിലാണ്. കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ? സമ്മേളനത്തിന്റെ കാര്യങ്ങൾ ഇനി നമുക്ക് വളരെ ചെറിയ സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ ഒരുപാട് അനുബന്ധ പരിപാടികളൊക്കെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് തിരക്കിട്ട ദിവസങ്ങളാണ്. ഒരു 10 ദിവസം കൊണ്ട് ഓപ്പറേറ്റർമാർക്കുള്ള വളരെ തിരക്കിട്ട പരിപാടികളും കാര്യങ്ങളാണ്. നന്നായി നടക്കും, പേടിക്കണ്ട. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടല്ലേ, അതായത് സംഭവം. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം.
ഇനിയുണ്ടോ? അല്ല, കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് വന്നത് ബസ്സിനായിരുന്നോ കാറിനായിരുന്നോ? ബസ്സിനാണ് അല്ലേ? ഇപ്പം പിന്നെ ലിമിറ്റഡ് ബസ് കോഴിക്കോട് കണ്ണൂരേക്ക് വരുന്നു. അത് കിട്ടുന്ന ബസ് ഇപ്പം നിങ്ങൾ പറഞ്ഞ പുഷ്പേരി ഭാഗത്തൊക്കെ അവിടത്തേക്കൊക്കെ നമ്മളെ നോൺ സ്റ്റോപ്പ് ബസ്സാണെല്ലാം എല്ലാ സ്റ്റോപ്പിൽ നിന്ന ബസ്സല്ലേ? ഈ ബസ് നമുക്കറിയാം, പിന്നെ ലിമിറ്റഡ് ബസ് ഉണ്ട്, ടൗൺ ടു ടൗൺ ഉണ്ട്, മിന്നൽ ബസ് ഉണ്ട്, പല രീതിയിൽ ബസ്സുകളുണ്ട്. ഇതൊക്കെ നേരെ പോകും. എൻ്റെ ചോദ്യമാണ്, ഒരിക്കലും മുന്നോട്ട് പോകും പക്ഷെ ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ് ഏതാണ്? നേരെ പോകാൻ പറ്റാത്ത ബസ് മുന്നോട്ട് ബാക്കോട്ടൊക്കെ പോകും പക്ഷെ നേരെ പോകില്ല. മുന്നോട്ടും പോകും മേക്കോട്ടും പോകും, നേരെ പോകുന്നില്ല. സുല്ലിട്ട് പോകാൻ എന്നിട്ട് സുല്ലിട്ട് ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, നമസ്കാരം പ്രസിഡന്റ്. തിരക്കാണ്. ചെറിയ തിരക്കെന്ന് പരിചയപ്പെടും. പിന്നെ സ്വന്തം സ്ഥലം എവിടെ മേഡത്തിന്റെ? സ്വന്തം ചെമ്മരവയൽ എന്ന് പറയും. ചെമ്പരവയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എത്ര ഇവിടുന്ന്? 8-ാം വാർഡ്, മൊട്ടമ്പലിൽ നിന്ന് കുറച്ച് ദൂരം. മൊട്ടമ്പലിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ. പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളാണോ? വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഒരു സ്ത്രീ സംവരണം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സിഒയുടെ പരിപാടിയിൽ പങ്കെടുക്കാനും നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ള ബാങ്ക് ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ എല്ലാ സഹകരണം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു, സന്തോഷം. മാഡം പിന്നെ കാറിനല്ലേ പോന്നേ? ഞാനോ? ഇപ്പം പോകുന്നത് എങ്ങനെയാ? ഞാൻ നടന്നിട്ടാ പോണേ. ബസ്സിലും പോകാറുണ്ട്. ബസ്സിൽ ലിമിറ്റഡ് സ്റ്റോപ്പിന് പോകുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് പോകുന്ന ബസ്സാണ്? എങ്ങനെയാണ് ഇഷ്ടം? അത് രണ്ടായാലും കുഴപ്പമില്ല. പെട്ടെന്ന് എത്തണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നേരെ ധർമ്മശാലക്ക് പോയി ലിമിറ്റഡിന് പോകും. കണ്ണൂരേക്കാണെങ്കിൽ അല്ല മറ്റു ദൂര സ്ഥലങ്ങളിലേക്കാണെങ്കിൽ ലിമിറ്റഡ് പോകും, ഇല്ലെങ്കിൽ സാധാരണ ബസ്സിന് പോകും. ഈ ബസ്സുകളൊക്കെ നേരെയും പോവും വളഞ്ഞിട്ടൊക്കെ ബസ് പോകും അല്ലേ? ചെറിയൊരു കാര്യമാണ്. ഉത്തരം പറയുകയാണെങ്കിൽ പ്രസിഡന്റ് ഒരു സമ്മാനമുണ്ട്. അതെ, അതായത് ബാക്കോട്ടും പോകും മുന്നോട്ടും പോകും പക്ഷെ ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ് ഏതാ? പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാല് അതായത് മൊത്തം മറ്റുള്ള പ്രവർത്തനങ്ങളാണ് തലയിൽ. അതെ. അല്ല, എനിക്കിപ്പോ 3:45 എനിക്ക് എന്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ സമയം തന്നതാണ്. ഓക്കെ, എന്നാൽ സന്തോഷം. താങ്ക് യു. ഇപ്പൊ പിന്നെ പറയാം. പേര്? ഉമേഷ് കുമാർ. സ്ഥലം? പയ്യന്നൂര്. എവിടെയാ? ഓണക്കുന്ന് കുണിയൻ. കുണിയൻ. ഓക്കെ. സാറിന്റെ പേര്? പ്രദീപ്. സ്ഥലം? പയ്യന്നൂര്. ഈ സ്ഥലം തന്നെയാണോ? അതെ. പയ്യന്നൂരിൽ എത്ര ദൂരമുണ്ട് നിങ്ങൾ പറഞ്ഞ സ്ഥലം? കുണിയൻ 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ. ഏത് റൂട്ടേക്കാ? ഹൈവേ തന്നെ. ഹൈവേയും പോവാം, നടക്കാം, സ്റ്റേറ്റ് ഹൈവേയും പോകാം, രണ്ടും. നിങ്ങളുടെ കേബിൾ ഏത് ഏരിയയാണ്? കുണിയൻ. സാറിന്റെ കേബിൾ ഏത് ഏരിയ? വെള്ളൂര് കാറമേൽ എന്ന് പറയും. പയ്യന്നൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ. ഗ്രാമമാണോ? ഗ്രാമമാണ്. അപ്പോൾ എന്തായാലും കണ്ണൂർ ജില്ലാ സമ്മേളനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി 6-7. അതിൻ്റെ ആവേശം ഇവിടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട്, ആ പ്രസരിപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കാര്യം ചോദിക്കാം. ഇത് ബസ് യാത്ര, നമുക്ക് കാലം എത്ര പോയി കഴിഞ്ഞാലും എത്ര വലിയ ജെറ്റ് വിമാനം വന്നു കഴിഞ്ഞാലും നമുക്ക് ബസ് യാത്ര എന്ന് പറയുന്നത് ഒരാൾക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ബസ്സാണത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്, ടൗൺ ടു ടൗൺ ഉണ്ട്, മിന്നൽ ബസ്സുണ്ട്, അങ്ങനെ പല ബസ്സുണ്ട്. എൻ്റെ ചോദ്യമാണ്, ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ് ഏതാണ്? ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ്. പറ്റാത്ത ബസ് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈവ് ചെയ്യുന്നാക്കിയത് പിന്നെ നേരെ കൊണ്ടുപോകാൻ പറ്റൂല. എന്നാലും സന്തോഷം, എല്ലാവിധ ആശംസകളും പരിപാടിക്ക്. ഓക്കെ, താങ്ക് യു. സോങ്ങളൊക്കെ തന്നെ. ഓക്കെ, പേര്? സുജേഷ്. സ്ഥലം? കണ്ണൂർ മേഖല. പേര്? പ്രസോൺ. സ്ഥലം? മാങ്ങാട്. പേര്? നാരായണന്റെ സ്ഥലം? നണിയൂർ നമ്പർ. നണിയൂർ നമ്പറം. എങ്ങനെയുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കേണ്ട പരിപാടിയാണ്? വളരെ നന്നായിട്ടുണ്ട് പരിപാടികളും മുന്നോട്ട് പോകണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഘോഷയാത്രയൊക്കെ കളർഫുൾ പരിപാടി എല്ലാം അടിച്ചു പൊളിക്കേണ്ട പരിപാടിയാണ് മൊത്തത്തിൽ. നമ്മൾ ആൾക്കാരെ കാണുന്നില്ലേ? തുടക്കം കണ്ടില്ലേ? ഇപ്പം തന്നെ അവർ ഭയങ്കര ആവേശത്തിലുള്ളത്.
കാരണം ഈ ആവേശം ചോർന്നു പോകാതെ ഒട്ടും ചോർന്നു പോകാതെ കൂടുതൽ പ്രസരിപ്പ് കൂടി കൂടി അടിച്ചു പൊളിക്കേണ്ട പരിപാടി നിൽക്കുകയാണ്. അപ്പോൾ ചെറിയൊരു കാര്യം, നമ്മളിപ്പോൾ സംഘാടക സമിതിയുടെ തൊട്ട് മുന്നിൽ മെയിൻ റോഡാണ്. അപ്പോൾ അതിലൂടെ ഒരുപാട് ബസ് പോകുന്നത് നമ്മൾ കാണാം. ബസ്സും കാറും ഒക്കെ പോകുന്നുണ്ട്. ഒരാൾ കൂടിയുണ്ട്, പേര് രാജുവേട്ട, സ്ഥലം ആറ്റടപ്പ. ആ പതിക്കട്ടെ, രാജുവേട്ടനുണ്ട്. അതായത് നമ്മളിപ്പം കാണാം ഒരുപാട് ബസ് പോകുന്നുണ്ട്. അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്, അല്ലാതെ ഉള്ള ബസ്സുണ്ട്, പിന്നെ പയ്യന്നൂരേക്ക് പോകുന്ന ബസ്സൊക്കെ ഉണ്ട്. ഈ ബസ്സൊക്കെ നേരെയും പോകും, വളഞ്ഞിട്ടൊക്കെ പോകും അല്ലേ? എൻ്റെ ചോദ്യമാണ്, ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ് ഏതാണ്? നേരെ പോകാൻ പറ്റാത്ത ബസ്സാണ് ലൈൻ ബസ്സാ. നേരെ പോകാൻ പറ്റാത്ത ബസ്സാണ്. സിലബസ് അല്ല, ഇത് ഡ്രൈവ് ചെയ്യുന്നക്ക് ഒരിക്കലും ഇത് നേരെ കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രശ്നം. ആ നമസ്കാരം, പേര് അശോക്. അശോകന്റെ സ്ഥലം അപ്പശ്ശേരി. കേബിൾ ഏത് ഏരിയയാണ്? കേബിൾ കിച്ചേരി. കിച്ചേരി വളവരം മുതലേ മാങ്ങാട് വരെ. അല്ല, വേളാവരം മുതൽ മാങ്ങാട് വരെ. അപ്പോൾ നിങ്ങളുടെ ഇതിന്റെ കേബിളിന്റെ പേരെന്താ? ശ്രീ കമ്മ്യൂണിക്കേഷൻ. ശ്രീ കമ്മ്യൂണിക്കേഷൻ. അതവിടെ എൻ്റെ ഇത് കിച്ചിരി ഓഫീസ്. ഓഫീസ്. അപ്പം കുടുംബസമേതം നമ്മുടെ ഈ ഒരു ജില്ലാ സമ്മേളനം ആഘോഷിക്കേണ്ട പരിപാടിയാണ്. തീർച്ചയായിട്ടും. ഇപ്പം അങ്ങനെ ബണ്ടിയിലാണോ ബസ്സിലാണോ? എൻ്റെ സ്വന്തം വണ്ടിയിലാണ്. ബസ് യാത്ര ചെയ്യാറുണ്ടോ? ബസ് യാത്ര ചെയ്യാറുണ്ട്. ഈ ബസ് സ്പീഡിൽ പോകുന്ന ബസ് യാത്ര ചെയ്യാനാണോ, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തി പോകുന്ന ലിമിറ്റഡായിട്ട് പോകുന്ന ബസ്സിൽ സ്പീഡ് വേണ്ട, അധികം സ്പീഡ് വേണ്ട, അധികം സ്ലോവും വേണ്ട, ഒരു മിനിമം സ്പീഡിൽ പോകുന്ന ബസ് പെട്ടെന്ന് എത്താൻ പറ്റണം. അപ്പോൾ നമുക്ക് ബസ്സുകൾ അറിയാം, നമ്മൾ കയറ്റമുണ്ടെങ്കിൽ കയറിയിട്ട് പോകും, ഇറക്കൊണ്ട് ഇറങ്ങിയിട്ട് പോകും, വളവുണ്ട് വളഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ് ഏതാണ്? നേരെ പോകാൻ പറ്റാത്ത ബസ്സാണ്. നേരെ പോകാൻ പറ്റാത്ത ബസ് പറ്റില്ല. നേരെ പോകാൻ പറ്റാത്ത ബസ് കുസൃതിയാണോ? പക്ഷേ ഇത് ഒരിക്കലും നേരെ പോകാൻ പറ്റില്ല. ഇത് ഡ്രൈവ് ചെയ്യുന്നൊക്കെ ഇത് നേരെ ഓടിക്കാൻ പറ്റില്ല. അറിയില്ല, സോറി. യെസ്, കാണാം. ഓക്കെ. സുധീഷ്. സ്ഥലം നണിച്ചേരി. പേര് പങ്കജാക്ഷൻ. മക്കളും മുകുന്ദേട്ടാ, സുമിത്രേച്ചി വിളിക്കുന്നുണ്ടോ? എവിടെ താമസം? എവിടെ രാമന്തളി. പേര് ജോണിയായിട്ട്. സ്ഥലം ശ്രീകണ്ഠപുരം. കുവേരി. ഓക്കെ. അപ്പം നമ്മുടെ ജില്ലാ സമ്മേളനം അടിപൊളിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സംഘാടക സമിതിയിൽ എല്ലാവരും വന്ന് കളർഫുള്ളായിട്ട് നിൽക്കുന്നു. അതായത് CO എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഒരു പഞ്ചാണ്, പവറാണ്. ആ പവർ നമ്മുടെ കണ്ണപുരത്തിൻ്റെ പിന്നെ നെടുന്തൂണിലാണ്, മാറിലാണ് 6-7 തീയതികൾ ഫെബ്രുവരി നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാം പവർഫുൾ, കളർഫുൾ അല്ലേ? എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിട്ട് ഘോഷയാത്രയ്ക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ട പരിപാടിയാണ്. ഓക്കെ. അപ്പം എല്ലാവിധ ആശംസകൾ നേരെയാണ്. കൂടെ ചെറിയ കാര്യം, ഇതൊരു ബസ്സിൻ്റെ പ്രശ്നമാണ്. ബസ് വളഞ്ഞിട്ടും പോവും, നേരെയും പോവും, ബാക്കോട്ടും പോവും, മുന്നോട്ടും പോവും. ഇപ്പം എൻ്റെ ഈ ഒരു ബസ്സിന് പ്രത്യേകതയുണ്ട്, ബാക്കോട്ടും പോവും, മുന്നോട്ടും പോവും, പക്ഷെ ഒരിക്കലും നേരെ പോവില്ല. ഏതാ ബസ്? സിലബസാണോ? അല്ല, സിലബസ് എവിടെയും പോകുന്നില്ല. കൊടുകൈ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷമാണ്. പേര്? സുരേശൻ. സ്ഥലം അരോളി. ശാന്തിപ്രഭേന്റെ അടുത്താണോ? ശാന്തിപ്രഭയിൽ ഇപ്പോൾ അവിടുത്തെ പണ്ടത്തെ പോലെ കലാപരിപാടികളൊക്കെ നടക്കാറുണ്ട്. ജനുവരി 26-ന് അവരെ ഇത് എത്ര 77-ാം വാർഷികം, 77 പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ ഒരുപാട് ഒന്ന് മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടക്കാറുണ്ട്. ഈ ജനുവരി 26-നാണ് അവരെ പരിപാടി. പേര്? ജനാർദ്ദനന്റെ. സ്ഥലം കണ്ണപുരം. കണ്ണപുരം അല്ല, കല്യാശ്ശേരി കണ്ണപുരം. പേര്? മനോജ്. സ്ഥലം താവം, ചെറുകുന്ന് പഞ്ചായത്ത്. താവം. അവിടെ ഒരു നാടൻ പാട്ടിന്റെ ടീം അല്ലേ? ഗ്രാമവേദി, സുധാകരന്റെ ഗ്രാമവേദി, താവം ഗ്രാമവേദി. അപ്പം നിൽക്കാം. ഞാൻ ചെറിയൊരു കാര്യം ആളോടുത്താ, ബസ്സിൽ യാത്ര ചെയ്യാറുണ്ടോ? ഉണ്ട്. നേരത്തെ ഒരാൾ പറഞ്ഞു വളരെ ഒരു മിനിമം സ്പീഡിൽ പോകുന്ന ബസ്സിലാണ് യാത്ര ഇഷ്ടം എന്ന് ഒരാൾ പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെയാ? എനിക്ക് മിനിമം സ്പീഡല്ല, ഒരു കൂടുതൽ സ്പീഡിൽ പോകുന്ന ഇഷ്ടമല്ല, ഒരു മീഡിയം സൈസിൽ പോകുന്ന. പെട്ടെന്ന് എത്തേണ്ടതുണ്ട്, കാരണം സമയം ഇന്ന് ആർക്കും ഇല്ലല്ലോ. എത്തും വേണം. അതെ. ബസ്സിൽ യാത്ര ചെയ്യൽ കുറവാണ്. ഞാൻ ദീർഘദൂര യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. പിന്നെ സ്വന്തമായിട്ട് വാഹനം ഉള്ളതുകൊണ്ട്, കാറുള്ളതുകൊണ്ട് കാറിൽ പോകും. ബസ്സിൽ ഇപ്പോൾ വളരെ അപൂർവമായിട്ട് പോകാറുള്ളൂ, ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട്.
ബസ് യാത്ര ബസ് യാത്ര ചെയ്തില്ല, ഇപ്പം കുറേ ആയിട്ടില്ല, ഇപ്പം വാഹനമുള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ കയറി ബസ് വേഗം പോകണം, മുമ്പിലെത്തണം, ലക്ഷ്യസ്ഥാനത്ത് എത്രയും പെട്ടെന്ന് എത്തുക. വേഗം എത്തണം. അങ്ങനെ ബസ് തീർച്ചയായും ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് പല ആൾക്കും പല അഭിപ്രായമാണ്. നമ്മൾ ചിലപ്പോൾ നമുക്ക് അർജൻറ്റായിട്ട് പോകേണ്ട നമ്മളാണെങ്കിൽ ചില സമയത്ത് ബ്ലോക്ക് എല്ലാകുമ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ പ്രാകും, എന്താ പോകാത്തെന്നുള്ള കാര്യം. ഫ്രണ്ടിലിരിക്കുന്ന ആൾ സ്പീഡിൽ പോകുമ്പം അവർ പ്രാർത്ഥിക്കും, ദൈവമേ ഒന്നും പറ്റാതെ പോകണമെന്നുള്ള കാര്യം. അപ്പം യാത്ര ചെയ്യുന്ന ആൾ പല രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ചെറിയ കാര്യമാണ്, കയറ്റം ഉണ്ടാകുമ്പോൾ ബസ് കയറിപ്പോവും, ഇറക്കം ഉണ്ടാകുമ്പോൾ ബസ് ഇറങ്ങിപ്പോവും, വളവുണ്ടാകുമ്പോൾ ബസ് വളഞ്ഞു പോകും അല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, നേരെ ആകുമ്പം ബസ് നേരെ പോവുകയും ചെയ്യും. ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ് ഏതാണ്? ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ്. പക്ഷെ ഇത് ഡ്രൈവ് ചെയ്യുന്ന ഒരിക്കലും നേരെ കൊണ്ടുപോകാൻ പറ്റില്ല. സിലബസ് കോമ്പസ്. സിലബസ്. അപ്പൊ നമ്മളെ പോലെ നിക്ക്. അപ്പൊ നമ്മുടെ ചോദ്യമായിരുന്നു അതായത് ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ് ഏത് എന്നാണ്. അതായത് ഇത് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഈ ബസ് നേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, പുറകോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, പക്ഷെ ഒരിക്കലും നേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ ബസ്സാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ പഠിക്കുമ്പോൾ പേപ്പറിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന ബസ് കോമ്പസ്. കോമ്പസ് നമുക്കത് ഡ്രൈവ് ചെയ്യുന്ന ആൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിനെ പുറകോട്ടും മുന്നോട്ടുമായിട്ട് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും കോമ്പസിനെ നേരെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ രണ്ടാളാണ് ഇതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സാറിന്റെ പേര് മനോജ്. മനോജേട്ടൻ. സാറിന്റെ പേര് ഭാസ്കരൻ. രണ്ടാൾക്കൊരു സമ്മാനം. അപ്പൊ നമ്മളെ സമ്മാനം, അതായത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സമ്മാനം, വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനം, അതുപോലെ ഇദ്ദേഹത്തിന് മറ്റൊരു സമ്മാനം കൂടി. അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡിൽ 2 സമ്മാനം കൊടുക്കുന്നത്, കാരണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ സ്വന്തമാണ്, നമ്മളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഇവരാണ്, കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഇവരില്ലെങ്കിൽ നമ്മളില്ല എന്നൊരു സത്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് സമ്മാനം കൊടുക്കുകയാണ്. ചേട്ടൻ സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം, പിന്നെ വിസ്മയ പാർക്ക് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ, യെസ്. അപ്പം COA കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 6, 7 തീയതികളിൽ കണ്ണൂർ കോപ്പറേറ്റീവ്സ് നമ്മുടെ ബാങ്കിൽ വെച്ചിട്ട്, ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അതായത് 6-ാം തീയതി വൈകിട്ട് കേബിൾ ഓപ്പറേറ്റേഴ്സുമാരുടെ കുടുംബാംഗങ്ങളും കുട്ടികളൊക്കെ ചേർന്ന് പങ്കെടുക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയിലും എല്ലാവരും പങ്കെടുക്കുക. COയുടെ ജില്ലാ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും പുതിയ അധ്യായമായിട്ട് കാണാം.